രാജ്യസഭാ സീറ്റിൽ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് മുന്നിൽ മുട്ടുമടക്കി CPM. LDFിൽ ഒഴിവ് വരുന്ന 2 സീറ്റുകളിൽ CPMന് ഒന്നുപോലും എടുക്കാനായില്ല. പകരം CPIയും കേരള കോൺഗ്രസ് എമ്മും മത്സരിക്കും. യഥാക്രമം PP സുനീർ, ജോസ് കെ മാണി എന്നിവരാണ് ഈ സീറ്റിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ. രാജ്യസഭാ സീറ്റിനെ ചൊല്ലി തലസ്ഥാനത്ത് ഇന്ന് LDFിൽ നടന്നത് അവസാനവട്ട മാരത്തോൺ ചർച്ചകൾ. രാവിലെ നടന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് പിന്നാലെ ഉച്ചയ്ക്ക് ശേഷം ചേർന്ന ഉഭയകക്ഷി ചർച്ചയിലും സീറ്റ് ആവശ്യത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഉറച്ചു നിന്നു. ഇതോടെ CPM നിലവിലുള്ള സീറ്റ് മാണി ഗ്രൂപ്പിന് വിട്ടു നൽകാൻ തീരുമാനിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായ ഘട്ടത്തിലാണ് CPMന്റെ ഈ വിട്ടുവീഴ്ച. മധ്യ കേരളത്തിൽ ഇടതുപക്ഷത്തിന് സ്വാധീനം ഉറപ്പിക്കണമെങ്കിൽ മുന്നണിക്കൊപ്പം കേരള കോൺഗ്രസ് അനിവാര്യമാണെന്ന ചിന്തയാണ് CPMനെ വിട്ടുവീഴ്ചയിലേക്ക് നയിച്ചതെന്ന് LDF കൺവീനർ EP ജയരാജൻ സമ്മതിക്കുകയും ചെയ്തു. കേരള കോൺഗ്രസ് ഇവിടെയുള്ള നല്ലൊരു ജനാധിപത്യ പാർട്ടിയാണ്. അവർ നല്ല നിലപാട് സ്വീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ മുന്നണിയുടെ ഒരു കരുത്തും ശക്തിയുമാണ്. അവർ മധ്യ കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ നല്ല സ്വാധീനമുള്ളൊരു കക്ഷിയാണ്. അങ്ങനെയുള്ളൊരു കക്ഷി ന്യായമായും ഞങ്ങളെല്ലാം ചർച്ച ചെയ്തപ്പോൾ അവർക്ക് ഒരു സീറ്റ് നൽകേണ്ടതാണ് എന്ന് എല്ലാവരും അഭിപ്രായപ്പെടുന്നു. അവർ കൊടുക്കുന്നു. ഇടതുമുന്നണിയിലെ 2ാമത്തെ സീറ്റ് ഉറപ്പായതോടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേർന്ന CPI ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. പാർട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീറാണ് CPIയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയെന്ന് സെക്രട്ടറി ബിനോയ് വിശ്വം അറിയിച്ചു. CPI സ്ഥാനാർത്ഥി PP സുനീറായിരിക്കും, പാർട്ടിയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി. പിന്നാലെ കേരള കോൺഗ്രസ് എമ്മും പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് ജോസ് കെ മാണിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പാർട്ടിയുടെ അനിഷേധ്യനായ ചെയർമാൻ ജോസ് കെ മാണിയെ കേരള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് തീരുമാനിക്കുകയായിരുന്നു. അതേസമയം 5 അംഗങ്ങൾ ഉണ്ടെങ്കിലേ രാജ്യസഭയിൽ ഒരു കക്ഷിക്ക് ഒരു ബ്ലോക്കായി പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. കേരളത്തിലെ രാജ്യസഭാ സീറ്റിലൊന്ന് ഉപേക്ഷിച്ചാൽ ഈ പരിഗണന CPMന് നഷ്ടമാകും. എന്നാൽ ഇതിൽ പ്രതിരോധം തീർക്കാൻ സംസ്ഥാനത്തെ മുന്നണി രാഷ്ട്രീയമാണ് വലുതെന്ന വാദമാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. ജനം, തിരുവനന്തപുരം.